സോളിഡ് ആയിട്ടുള്ള വിമർശനമുണ്ട്. ഇവിടെ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് പല മേഖലകളിൽ നിന്നും ഫണ്ട് സ്വരൂപിക്കും, ഏത് ഭരണ സംവിധാനവും. ഇവിടെ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി, ഈ പദ്ധതി കോൺഗ്രസിന്റെ ഗവൺമെന്റ് 5 വർഷക്കാലം ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്ത് പല മേഖലകളിലായി ഒരു വർഷം ഒരു വാർഡിൽ അല്ലെങ്കിൽ ഒരു ഡിവിഷനിൽ 5 മുതൽ 10 വരെ വീടുകൾ കൊടുക്കും. ഇതിപ്പോൾ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി വരിക വഴി എല്ലാ പദ്ധതികളും തമ്മിൽ യോജിപ്പിച്ചു. ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് 5 വർഷം കൊണ്ട് കൊടുത്ത വീട് പോലും ഇപ്പൊ 10 വർഷം കൊണ്ട് പിണറായി വിജയന്റെ ഗവൺമെന്റ് കൊടുക്കാൻ ചർച്ചയ്ക്ക് സ്കോപ്പില്ല. ഇവിടെ ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ കണക്കുണ്ട്. പൊതുസമൂഹത്തിന് മുന്നിൽ എല്ലാ കാര്യങ്ങളും ആധികാരികമായി കണക്കുണ്ട്. ഉമ്മൻചാണ്ടി കൊടുത്ത വീട് രാജേന്ദ്രൻ, താങ്കൾ തന്നെ കണക്കെന്ന് പറയും. നിങ്ങൾ എത്ര കൊടുത്തു, ഇവരെത്ര കൊടുത്തു? കണക്ക് പറയാം. അപ്പൊ പ്രശ്നം തീരുമല്ലോ. അതെ, അല്ലല്ല, മൊത്തം എത്ര പേർക്ക് വീട് കൊടുത്തു നമുക്കറിയാം. കണക്ക് പറയാന്നേ, കണക്ക് പറയാലോ, കണക്ക് പറഞ്ഞുതരാം. അല്ല ഇതിന്റെ അല്ലല്ല കണ്ടുപിടിക്കുന്നത് ഞങ്ങൾ കണക്ക് ഞങ്ങൾ ഇതുവരെ 4,34,000 വീടുകൾ കൊടുത്തിട്ടുള്ള 2,24,800. ഈ ഡാറ്റ എവിടുന്ന? ഈ ഡാറ്റകള് അതെ അതെ ഇതില് ഈ ഡാറ്റകളൊക്കെ തമ്മില് ഞാൻ പറയുന്ന ഡാറ്റയാണ്, അതാണ് യാഥാർത്ഥ്യം എന്നുള്ളത് അദ്ദേഹം ചോദിച്ചല്ലോ റോസില്. ഇതിനൊക്കെ വളരെ വ്യക്തമായ മറുപടികളും വ്യക്തമായ തെളിവുകളും രണ്ടിനും ഉണ്ടല്ലോ. എല്ലാരും ഗൂഗിൾ എടുത്ത് ആര് കൊടുത്തു, ഉമ്മൻചാണ്ടി കൊടുത്ത വീടുകൾ എത്ര എന്ന് ഗൂഗിളിൽ ഇപ്പൊ നിങ്ങൾ നോക്കിയല്ലോ, നോക്ക് എണ്ണം വരും. ഞങ്ങൾ ഇവിടെ വെല്ലുവിളിക്കണം. ഞാൻ അത്ര ആധികാരികമായിട്ട് പറയണോ? ഇവിടെ നിങ്ങൾ നോക്ക്, നിങ്ങൾ ഇവിടെ മൊബൈൽ ഉപയോഗിക്കുമ്പോ കാര്യം പോയി. ഞാൻ പറഞ്ഞു ഉമ്മൻചാണ്ടി കൊടുത്ത വീടിന്റെ എണ്ണം പറയും. എവിടെ പറഞ്ഞു? അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അങ്ങനെ പറയല്ലേ. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്.